ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനും ഏട്ടനും ഷാനും കൂടെ പോണത് എന്നൊരു ചെറിയൊരു മിനി ഷോപ്പിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വീക്കിലി റേഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഇപ്പോൾ ഈസ്റ്ററൊക്കെ ആയാലും 1-2 സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോണത്. അപ്പോൾ ഈ ഒരു മരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് വളരെ ഭംഗിയുള്ള ഒരു പൂവുള്ള മരമാണ് കേട്ടോ. അതും ഒരു കൂടുണ്ട്. ഈ പൂവിന് നല്ല വാസനയാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഒരു പ്യൂരിറ്റി അങ്ങനെ എന്തൊക്കെയോ നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അത് കുറച്ച് ടുലിപ്പൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഷാനുവിന് വലിയ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഷാനു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിച്ച് വർത്താനം പറഞ്ഞൊക്കെ ആളിരിക്കുന്നുണ്ട്. ആൾക്ക് ഇഷ്ടമാണ് ഇപ്പോൾ വണ്ടിയിലിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി വിൻ്ററായപ്പോൾ മൊത്തം പോയിട്ട് ഇപ്പോൾ സമ്മറായപ്പോൾ ഒക്കെ പൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഷാനും ഏട്ടനും ഞാനും ഒക്കെ കൂടി പോണത് ലിഡിലിലേക്കാണ്. അപ്പോൾ ലിഡിലിൽ ചെന്ന് ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നോക്കി. ഓൾമോസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ ബൊക്കെയൊക്കെ നല്ല രസമാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ. എനിക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ ECPയിലാണ് എടുത്തത്. അതാണ് എനിക്ക് കഴിക്കാനും ഇവരും കഴിക്കുമ്പോൾ കൊടുക്കാൻ ഇത്തിരി കൂടെ എളുപ്പം അതാണ്. അപ്പോൾ ഞാൻ ECPയിൽ അതിൻ്റെ ഒരെണ്ണം എടുത്തു. പിന്നെ വെറൈറ്റി കുറേ നമ്മുടെ കമ്പിളി നാരങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ബബ്ലൂസ് നാരങ്ങ എന്നാണ് നമ്മുടെ തൃശ്ശൂർ പറയുക. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത് കണ്ടില്ല. അത് ഞാൻ വാങ്ങിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് അത്. നാട്ടിലും പൈസ കൊടുത്ത് ഞാൻ എവിടെയെങ്കിലും അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ 2 ടൈപ്പ് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഒന്നാമത് ഇപ്പോൾ സമ്മറൊക്കെ ആയില്ലേ. അപ്പോൾ ലെമണിൻ്റെ തന്നെ പല ടൈപ്പ് ലെമൺ, അവക്കാടോ തന്നെ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെന്താണ് ഓറഞ്ച് പല ടൈപ്പ് ഉണ്ടായിരുന്നു. പൊമഗ്രാനൈറ്റ് പിന്നെ ഞാനൊരു ഇത് തന്നെ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താണ് കിവി. അപ്പോൾ അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ മാങ്ങയൊക്കെ നോക്കി. പക്ഷെ മാങ്ങ നമ്മൾ വാങ്ങിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് പച്ചയായിരിക്കും. പച്ചയാണെങ്കിൽ അതിന് പുളി ഉണ്ടാവില്ല. ചിലപ്പോൾ മധുരിച്ച് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തന്നെ ഞാനത് എടുത്തില്ല. പിന്നെ ആപ്പിളിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ആപ്പിൾ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് ആപ്പിളും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ബെറീസ് കുറേ നോക്കി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ബ്ലൂബെറി, എന്താണ് ക്രാംബെറി, അങ്ങനെ കുറേ ബെറീസ് ഉണ്ടായിരുന്നു. ബ്ലൂബെറി ആണോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. കാരണം ഇതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. അതാണോ ബ്ലൂബെറി എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. ഇത് ആപ്പിളാണോ അതോ പ്ലമ്മാണോ എന്നെനിക്ക് വലിയ ധാരണയൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് എഗ്ഗ് എടുക്കേണ്ടത് കൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് ഓടി. അപ്പോൾ ഇത് മാഗി ക്യൂബ്സ് പോലത്തെ ക്യൂബ്സാണ് കേട്ടോ. പിന്നെ ഇത് സാർഡിൻ, നമ്മുടെ ചാളയില്ലേ, ടിന്നിൽ വരുന്ന ചാളയാണ്. നല്ല ടേസ്റ്റാണ് അത് മുളക് ചാറ് പോലെയൊക്കെ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ഷാനൂട്ടനോട് എന്തോ ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ചിക്കനും മീറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. എന്നാലും നമ്മളിതൊക്കെ ഒന്ന് നോക്കി പോകും. കാരണം ഈസ്റ്ററൊക്കെ അല്ലേ, എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിലോ എന്നുള്ള നമ്മുടെ മലയാളികളുടെ പൊതു സ്വഭാവം തന്നെ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഞാൻ ഒരു റാപ്പ് എടുത്തു. ഈ റാപ്പൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ എടുക്കുന്നുള്ളൂ. കാരണം പെട്ടെന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാനും, പിന്നെ അടുത്ത ആഴ്ച നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവനെ കൊണ്ട് ട്രെയിനിൽ ഒരു 3 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗംബൽസും അങ്ങനെ കുറച്ച് ക്രോസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. കാരണം ട്രെയിനിൽ പോകുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഷുഗർ ഓൾമോസ്റ്റ് കഴിയാറായി. പക്ഷെ ഞാൻ എടുക്കണോ എടുക്കണ്ടേന്ന് വിചാരിച്ച് നിന്നെങ്കിലും ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം ഷുഗർ ഓൾറെഡി കഴിഞ്ഞിട്ട് എടുക്കുന്നത് നല്ലത്. ഒരുപാട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര യൂസാണ്. എനിക്ക് ഭയങ്കര ക്രേവിങ്സാണ് ഗൈസ്. ഷുഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു ദിവസം കേക്കിൻ്റെ മിക്സ് വാങ്ങിച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ വെറുതെ വന്നിട്ട് ഇത്ര എടുത്ത കാരണം ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ പോയത് ചോക്ലേറ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഓരോ ഈ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറുള്ള ജെല്ലി അങ്ങനത്തെ ഒക്കെ മിഠായിയാണ് ചേട്ടന് ഇഷ്ടം. എൻ്റെ മെയിൻ ചോക്ലേറ്റാണ്. അതും വൈറ്റ് ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഇതിന് ഏതെടുക്കണം എന്ന് വെച്ച് ഞാനിങ്ങനെ എല്ലാം കൂലങ്കഷമായിട്ട് ഞാൻ എൻ്റെ എക്സാമിന് പോലും ഇത്രയും കാര്യമായിട്ട് ഞാൻ പഠിക്കില്ലേ. ഇത് ഓരോന്നിൻ്റെ ഇതുകൾ, മധുരത്തിൻ്റെ കണ്ടൻറ്റ് എല്ലാം നോക്കിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യാത്തതും ഒക്കെ കൂടെ ഒരു അവലോകനമൊക്കെ നടത്തിയിട്ട് അവസാനം ഞാൻ 2 ചോക്ലേറ്റ് എടുത്തു ഗൈസ്. പിന്നെ ഷാനുവിന് പിന്നെ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ തിന്നും ഒരു കഷ്ണം വായിൽ വെച്ച് കൊടുക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അവന് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ അവിടെ, അപ്പോൾ ഇത് അവസാനം ഇതാണ് കേട്ടോ എടുത്തത്. അവിടെ കോളയുടെ നമ്മുടെ കുപ്പിയുടെ ഷേപ്പിലുള്ള ഒരു ജെല്ലി മിഠായിയാണ്. അപ്പോൾ അത് എന്നോട് എടുത്തോളം പറഞ്ഞാൽ പിന്നെ അത് എടുത്തില്ല. എനിക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടാവില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഷാനൂട്ടനെയും കൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പതുക്കനെ വന്ന വഴിയല്ല കേട്ടോ നമ്മൾ പോണത് വേറൊരു പോക്കറ്റ് വഴി കൂടെയാണ്. അപ്പോൾ ഇത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. പൊട്ട വെള്ളമാണ്, അത്രയ്ക്ക് വൃത്തികെട്ട വെള്ളമാണ് അതിൻ്റെ ഇതിലുള്ളത്. നിറച്ച് താറാവുകളൊക്കെ ഉണ്ട്. ഈ താറാവ് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വലിയൊരു സൈസ് ഉണ്ട്, നമ്മുടെ വീഡിയോയിൽ ഇനിയും കാണിക്കും. ആ ഒരു കളക്കോ അത്രയും സൈസുള്ളത് നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളെ കൊത്താനായിട്ട് വരും.
നമ്മളെന്തെങ്കിലും കഴിക്കണ കണ്ട് കഴിഞ്ഞാൽ ഓടി വന്നിട്ടും നമ്മളെ കൊത്താനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പോയി ഏകദേശം വീടെത്താറായിട്ടുണ്ട്. ദേ ഈ സാധനം കേട്ടോ, ഇത് നല്ല ഉയരത്തിൽ ഇത് പറക്കും. നമുക്ക് പേടിയാവും. ഇതൊരു ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മുടെ അടുത്ത് കൂടെ പറക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ പോണത് ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ്. അത് കിളിയുടെ കൂടാട്ടോ. ഈ കിളിയുടെ കൂടുകൾ നമ്മൾ വിൻ്റർ ടൈമിൽ ഫുള്ള് മരത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ കൂടെയാണ്, ഒരു അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോണത്. പക്ഷേ ഇത്ര വൃത്തിയില്ലാത്തൊരു പ്ലേസ് ഞാൻ വേറെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.